അസ്സലാമു അലൈക്കും. ഇന്നെൻ്റെ സംസാരം പ്രവാസികളോടാണ്. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് പ്രവാസികൾക്ക് കൂടുതലറിയാം. കാരണം കഫക്കെട്ടും ജലദോഷവും ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എല്ലാവർക്കും ഇല്ല. അപ്പോൾ വെള്ളം നമ്മൾ വളരെ കുറവാണ് കുടിക്കുന്നത് ഈ സമയത്തൊക്കെ. വെള്ളം നിങ്ങൾ ധാരാളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇളം ചൂട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കത് കുടിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തണുപ്പ് സമയത്ത് ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വില കുറവാണ്. അപ്പോൾ ചില ആളുകൾക്ക് എന്ത് ഫ്രൂട്ട്സ് കഴിക്കണം, തണുപ്പിന് ചുമയാണ്, കഫക്കെട്ടാണ്, പ്രശ്നങ്ങളുണ്ട്. ശരിയാണ്, പ്രശ്നങ്ങൾ തണുപ്പിന് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾ നാരങ്ങ കഴിക്കാം. നാരങ്ങയ്ക്ക് ഒരു പ്രശ്നവുമില്ല കഫക്കെട്ടിനൊന്നും. നാരങ്ങ ഉച്ച സമയത്തൊക്കെ കഴിക്കാം, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നാരങ്ങ കഴിക്കാം. അതുപോലെ ആപ്പിൾ കഴിക്കാം രാവിലെ. ആപ്പിൾ നമുക്കറിയാം, അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം 3 മിനിറ്റിൽ അത് നമുക്ക് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ആപ്പിളിന്. ആപ്പിൾ കഴിക്കുക രാവിലെ. അതുപോലെ മധുരക്കിഴങ്ങ്, ചെറിയ വയസ്സൊക്കെ മധുരക്കിഴങ്ങ് കിട്ടും ഗൾഫ് രാജ്യത്തൊക്കെ ഈ സമയത്ത്. അതൊക്കെ വാങ്ങി കഴിക്കുക. അതേപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, വാൽനട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ. അതേപോലെ അതിനൊക്കെ വില ഇപ്പോൾ ചില സ്ഥലത്ത് ഓഫറൊക്കെ ഉണ്ടാകലുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് ഇടയ്ക്ക് ഒന്നെങ്കിലും പ്രവാസികൾ നമുക്കറിയാം കിട്ടുന്ന പൈസയും അതിൻ്റെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും 10-20 ദിനാറൊക്കെ വാങ്ങിയിട്ട് നാട്ടിലേക്ക് അയക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്തെങ്കിലും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഈ അടുത്ത കാലത്ത് വലിയൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കമൻറ്റുകൾ അതിൽ വന്ന്, എവിടുന്നാണ് നീ പറയും പോലെ ഇങ്ങനെ പൈസ മാറ്റി വെക്കാനും സാധനങ്ങൾ വാങ്ങാനും കഴിക്കാനൊക്കെ പൈസ. അപ്പോൾ നമുക്ക് ഒരാളുടെ ചക്ക വേണേൽ ചക്ക വേലിലും കായ്ക്കും നമ്മൾ പറയാറുണ്ട്. അതേപോലെ നമുക്ക് ഉദ്ദേശിച്ചാൽ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ബദാമോ, ഒരു ശമ്പളം കിട്ടുന്ന സമയത്തെങ്കിലും ഒരു 5 ദിനാർ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നതിൽ യാതൊരു തെറ്റും ഒരു പ്രശ്നവുമില്ല. അത് നമ്മളെ മനസ്സിൻ്റെ ഇതുപോലെയാണ്, പിടുത്തം പോലെയാണ്, എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ. അതേപോലെ നമ്മൾ ആരോഗ്യ സംരക്ഷണം, നമുക്ക് ഒരുപാട് കാലം പണിയെടുക്കണം, ഒരുപാട് കാലം ജീവിക്കണം, കുടുംബത്തെ നോക്കണം, അവരുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ഒക്കെ ശരിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആരോഗ്യത്തെ നമ്മൾ സജ്ജമാക്കണം, നമ്മുടെ ശരീരത്തെ. ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും വരാറുണ്ട്, സാധാരണ സ്വാഭാവികമായും വരാം. എന്നാലും ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, നശിപ്പിക്കുന്ന ശീലങ്ങളിൽ നിന്ന്. അതേപോലെ നല്ല ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുക, നല്ല നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, മുട്ട, അതേപോലെ പാല്, അതേപോലെ നല്ല നല്ല സാധനങ്ങൾ വാങ്ങി കഴിക്കുക, ജ്യൂസാക്കി കുടിക്കുക, ചെറിയ തണുപ്പില്ലാതെ പുറത്ത് വെച്ചാൽ തണുപ്പിൽ. അതേപോലെ ഫ്രൂട്ട്സൊക്കെ പാലൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേപോലെ കഴിക്കരുത്, കുറച്ച് പുറത്ത് വെച്ച് ഈ പ്രകൃതിയിലെ തണുപ്പോട് അതിൻ്റെ ഒരു സമമായ ഒരു രീതിയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കഴിക്കാം. അതേപോലെ നല്ല പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. ശരീരം എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. മാനസികവും ശാരീരികവുമായി നമുക്ക് ഉന്മേഷം നൽകുന്ന, ആവേശം നൽകുന്ന, നമുക്ക് നല്ലൊരു പ്രതിരോധ ശേഷി നൽകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ. അതേപോലെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് പോകാൻ, ഏതൊരു കാലാവസ്ഥയിലും പ്രതിരോധിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ.